ഭീകര സംഘടനയുമായ SDP-യുമായി CPM-ന്റെ അവിശുദ്ധ കൂട്ടുകെട്ട്. വർഷങ്ങൾക്ക് മുൻപ് ഈ റിപ്പോർട്ട്, ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ലഭിച്ചിട്ടും ഇട്ടത് ചവറ്റുകുട്ടയിലാണ്. വിവരങ്ങൾ നൽകാൻ രാജീവ് ചേരുന്നുണ്ട്. വീണ്ടും തലസ്ഥാനത്ത് രാജീവ്, നമ്മൾ സൂചിപ്പിച്ചതുപോലെ രാജീവിലേക്ക് പോകാം, അല്പസമയത്തിനകം തന്നെ പോകാം. ഇപ്പോൾ റെജി ലൂക്കോസ് ചെയ്യുന്നുണ്ട്. റെജി ലൂക്കോസ്, താങ്കൾ ഈ ഞങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ കാണുന്നില്ലേ? എങ്ങനെ ഈ കേരളത്തിൽ സുരക്ഷിതമായി നമുക്കൊക്കെ ജീവിക്കാൻ കഴിയും? കിരാത കൊലപാതകങ്ങൾ നടത്തുന്ന സംഘടനയ്ക്ക് കൂട്ടുനിൽക്കുന്നത്, സംരക്ഷണ കവചമൊരുക്കുന്നത് മാറി മാറി ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. തീർച്ചയായിട്ടും ഇവർ രണ്ടു കൂട്ടരും ഈ SDP എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്കെതിരെ വോട്ട് വാങ്ങിച്ച് അവർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം CPIM ഈ SDP-യുടെ പിന്തുണ പരസ്യമായിട്ട് തന്നെ തേടി. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗോവിന്ദ മാഷും മുഖ്യമന്ത്രി ഒരു മറുപടി പറയാണ്ട് ഒളിച്ചു കളിച്ചു. അത് തന്നെയല്ല, അവരുടെ തന്നെ കേരളത്തിലെ ഒരു രക്തസാക്ഷിയായ അഭിമന്യു, ആ കുട്ടീനെ കുത്തിക്കൊന്നത് ഈ പറയുന്ന SDP-യുടെ പൂർവ്വ സംഘടനയായിട്ടുള്ള ഇതാണ് അവരുടെ ക്യാമ്പസ് ഫ്രണ്ടാണ്. എന്നിട്ട് പോലും ആ SFIയുടെ ചെറുപ്പക്കാരനെ കൊന്ന സംഘടനയായിട്ട് യാതൊരു ഉളുപ്പും ഇല്ലാതെ കണ്ട് ഇവര് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി 4 വോട്ടിന് വേണ്ടിയിട്ട് ഇതുപോലെ വിഘടനവാദവും വർഗീയതയും പറഞ്ഞൊരു പ്രസ്ഥാനമായിട്ട് ടൈപ്പായെന്ന് പറഞ്ഞാൽ കേരളം സുരക്ഷിതത്വം ഇല്ലാത്തൊരു നാടായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും. അത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ജമാഅത്തെ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം പശ്ചിമ ബംഗാളിൽ നിന്ന് വന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിക്കുന്ന. പശ്ചിമ ബംഗാളിൽ SDP-യുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടാനായിട്ട് ചുവന്ന കൊടിയുമായിട്ട് CPIM അവിടെ ജാഥ നയിച്ചുകൊണ്ടിരിക്കുന്നു, ജനങ്ങളോട് വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കിയും, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മാർക്സിസ്റ്റ് എന്ന് പറയുന്ന സംഘടന വെസ്റ്റ് ബംഗാളിൽ തെരഞ്ഞെടുപ്പിൽ SDP-യുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട് അവർ സ്ഥാനാർത്ഥിക്കൊപ്പോൾ അവിടെ പ്രകടനം നയിക്കുകയും ജനങ്ങളോട് വോട്ട് ചോദിക്കുകയും ചെയ്യുന്നു. ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ നിലനിൽക്കുന്നതിന് പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അപ്പൊ ഇവരെന്താണ് കേരളത്തിൽ നാളെ കൊണ്ടുവരാൻ പോകുന്നത്? അവർ നാളെ കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്നത് കിരാതമായ കൊലപാതകങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വിഘടനവാദ സംഘടനയെ ഊട്ടി വളർത്തി നമ്മുടെ സ്വൈരവികാരം നശിപ്പിക്കുക എന്നുള്ളതാണ് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇവർ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കേണ്ടതാണ്. ഇവരെ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുകയും മറ്റു വിഘടനവാദികൾക്കൊപ്പം നിൽക്കുന്നവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന സമയം അതിക്രമിച്ചെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വലതുപക്ഷം കാണിക്കുന്നത് എന്താണ്? വലതുപക്ഷം ഇതുപോലെ തന്നെയാണ് മൗദൂദിയുടെ സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമായിട്ട് അവർ ടൈപ്പ് ആയിരിക്കുന്നു. അപ്പൊ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് നിഷ്പക്ഷമായ രീതിയിൽ വർഗീയത പറയാതെ കണ്ട് വർഗീയ ഭീകര സംഘടനയും ദേശവിരുദ്ധരായിട്ടുള്ളവരായിട്ട് യാതൊരു യോജിപ്പും അല്ലെങ്കിൽ യാതൊരു സഖ്യവും ഇല്ലാതെ കണ്ട് ദേശത്തിന്റെ വികസനത്തിനും നമ്മുടെ കേരളത്തിന്റെ വികസനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി നിലനിന്ന് ജനങ്ങളോടൊപ്പം വോട്ട് ചോദിക്കുന്ന ഒരു ഒറ്റ പ്രസ്ഥാനമുള്ളത് BJP-യാണ്. BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ ഐക്യമാണ്. ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഇന്നലെ ഞാൻ പയ്യന്നൂർ നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ കലാശി കൊണ്ട് അത് ഞാനത് പങ്കെടുത്ത് അത് ഉദ്ഘാടനം ചെയ്തു. അവിടേക്ക് ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് കേരളം ഒട്ടുകൊണ്ടൊരു ട്രെൻഡാണ്. ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാത്ത പയ്യന്നൂർ നിയോജകമണ്ഡലത്തിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ കലാശക്കൊണ്ടിൽ ആള് ചേർന്നത് നമ്മുടെ പാർട്ടി BJP-ക്കൊപ്പമായിരുന്നു. നേർക്കാഴ്ചയാണ്. ഇപ്പൊ അന്ന് അവിടെ ആ ഭാഗത്തുള്ള മാധ്യമങ്ങളിലേക്ക് അത് റിപ്പോർട്ടാണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന സുരക്ഷിത കേരളത്തിന് വേണ്ടി മലയാളി ഒരുങ്ങി കഴിഞ്ഞു. ഈ ഭീകരവാദ സംഘടനകളെയും CBI പറഞ്ഞ പോലെ തന്നെ കിരാത കൊലപാതകങ്ങൾ നടത്തി തേർവാഴ്ച നടത്തുന്നത് കേരളത്തിൽ തന്നെ SDP കൊന്നുതള്ളിയവരുടെ പേര് ഞാൻ ഒരു ഉദാഹരണം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അവർക്കെതിരെ സുരക്ഷിതമായി ജീവിക്കാനുള്ള മാർഗം NDA ആണെന്നും അതുകൊണ്ട് NDA കേരളത്തിൽ ഭരണത്തിൽ വരണം എന്നുള്ള ഒരു ചിന്താഗതി ഇതിലൂടെ തന്നെ കേരളത്തിൽ ഒരു വേവായിട്ട് തന്നെ മാറിയിരിക്കുന്നു. അത് കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഭൂരിപക്ഷ MLA-മാരെ പോലും ജനങ്ങൾ സൃഷ്ടിച്ചാൽ അല്ലെങ്കിൽ ജനങ്ങൾ വോട്ടെടുത്ത് അവരെ വിജയിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ചാൽ പോലും അത്ഭുതമില്ല. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ജനങ്ങൾ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ദേശീയ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പ്രചരണങ്ങളൊപ്പം ചേരുന്ന കാഴ്ചകൾ നേരിൽ തന്നെ നമുക്ക് കാണാം. ഞാൻ ഇന്ന് പയ്യന്നൂർ നിയോജകമണ്ഡലത്തിലെ ചെറുപുഴ എന്നുള്ള സ്ഥലത്ത് ഞാൻ പങ്കെടുത്ത പരിപാടിയുടെ ചിത്രങ്ങൾ സഹിച്ച് ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് തരുന്ന ഒരു മെസ്സേജ് ജനങ്ങളിൽ നിന്ന് എന്താണ്? കേരളത്തിൽ ഈ ഭീകരവാദ കിരാതമായും നീചമായ കൊലപാതകങ്ങൾ നടത്തി കേരളത്തിൽ വർഗീയ തേരോട്ടം നടത്തുന്ന ഇത്തരം ഭീകര സംഘടനയുമായിട്ട് കൈകോർത്തിരിക്കുന്ന പശ്ചിമ ബംഗാൾ SDP പോലുള്ള സംഘടനകൾക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് വാർത്ത തന്നെ വന്നിരിക്കുന്നു. മലയാള മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വോട്ട് ചോദിക്കുന്ന CPM എന്ന് പറഞ്ഞ സംഘടനയാണ് കേരളത്തിന്റെ ഏറ്റവും ഭയാനകമായ രീതിയിലുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള യാതൊരു തർക്കവും. ഇതിന് മറ്റൊരു വശമാണ് UDF. അപ്പൊ അതുകൊണ്ട് സുരക്ഷിത കേരളത്തിന് വേണ്ടി അക്രമരഹിത കേരളത്തിന് വേണ്ടി വികസിത കേരളത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ നല്ലൊരു ശതമാനം പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ദേശീയ ജനാധിപത്യ ഐക്യത്തിനോടൊപ്പം BJP-ക്കൊപ്പം ചേർന്ന് കഴിഞ്ഞു. അങ്ങനെ ഒരു വലിയ വിജയത്തിലേക്ക് നമ്മൾ കുതിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസ്, താങ്കളുടെ നിലപാടും ആശയങ്ങളും വ്യക്തമാക്കിയതിന്.